സാറിന്റെ മുഖത്ത് പോയിന്നാ എനിക്ക് തോന്നുന്നത്. വേഗം വെള്ളം ഒഴിക്കേ, വേഗം ആവട്ടെ, വെള്ളം ഒഴിക്കേ. ആ, ഒരു മരത്തിന് തീ പിടിച്ചാൽ അത് അണയ്ക്കാൻ പറ്റില്ല, പക്ഷെ ഒരു വീടിന് തീ പിടിച്ചാൽ അത് നമുക്ക് അണയ്ക്കാൻ പറ്റും. വെള്ളമൊഴിച്ച് ഇവിടെ വരൂ. ഇങ്ങനെ വെള്ളം കൊണ്ട് അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ വീടിന്റെ തീ ഒരിക്കലും അണയ്ക്കാൻ കഴിയില്ല. ഇതിന് കുറച്ചധികം വെള്ളം വേണ്ടി വരും. മനസ്സിലായോ നിങ്ങൾക്ക്? അതെ, പുഴയിൽ നിന്നും കോരിക്കൊണ്ടിരേണ്ടി വരും. വാ കൂട്ടരെ, നമുക്ക് പോയി കോരാം. നിന്റെ തലയെന്ന ഗ്രൗണ്ടിൽ ഒരിക്കലും ബുദ്ധി എന്ന ക്രിക്കറ്റ് ഉണ്ടാവില്ല. പുഴയിൽ നിന്ന് വെള്ളം കോരാനല്ല പറഞ്ഞത്. ഇപ്പോൾ ഫയർഫോഴ്സിനെയാണ് വിളിക്കേണ്ടത്. ഫയർഫോഴ്സ്, ഇവിടെ വരൂ. ഇവിടെ വീടിന് തീ പിടിച്ചിട്ടുണ്ട്. ഡോക്ടർ ബാലു, നിങ്ങൾ വളരെ സമർത്ഥൻ, ബുദ്ധിമാൻ, ബ്രില്യന്റ്. വളരെ നന്ദി. ഒരിക്കലുമല്ല, ഇവിടെ വരുമെന്ന് എന്തിനായി പറഞ്ഞേ? ഫയർഫോഴ്സിന് ഇവിടുത്തെ അഡ്രസ് പോലും നിങ്ങൾ കൊടുത്തില്ലല്ലോ. നീ പറയുന്ന ഈ കാര്യത്തിലും ഒരു കാര്യമുണ്ട്. ഈ കാര്യങ്ങൾക്കിടയിൽ അഡ്രസ് പറയണമെന്ന കാര്യം പറയാൻ തന്നെ ഞാൻ മറന്നുപോയി. ഞാൻ ഫോൺ ചെയ്ത് അഡ്രസ് കൊടുക്കാം. അതുവരെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഈ ബോക്സ് എവിടെയാ? മുത്തശ്ശിയാണെങ്കിൽ രാവിലെ തന്നെ ആവശ്യമില്ലാത്ത ഓരോരോ പണികൾ ഏൽപ്പിച്ചോളും. കൊള്ളാലോ, ഇതൊരു ടെഡിയാണ്. അയ്യോ, ടെഡിക്ക് എങ്ങനെയാ കെട്ടിപ്പിടിക്കാൻ കഴിയാ? രക്ഷിക്കണേ, എന്റെ പുറകെ മോൺസ്റ്റർ ഉണ്ട്, രക്ഷിക്കണേ. ബഹളം ഉണ്ടാക്കല്ലേ, ഞാൻ കുടുങ്ങി പോകും. വെറുതെ ഒച്ച ഉണ്ടാക്കല്ലേ. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഒരു കാര്യം ഓർമ്മ വേണം, തിരിച്ചു വരുമ്പോ ഇവരെ പുറത്തേക്ക് എടുക്കേണ്ടതാ. സംശയമുണ്ടോ? ചില സ്വപ്നങ്ങളിൽ നമ്മുടെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത പലതും നടക്കും. അത് കണ്ണുകൾക്ക് പോലും താങ്ങാൻ കഴിയില്ല. സംശയമുണ്ടോ? എന്താന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി ആന കുത്തിക്കേറ്റാൻ നോക്കിയാ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷേ ആന എന്തിനാ ഫ്രിഡ്ജിനകത്ത് കുത്തിക്കേറ്റാൻ നോക്കുന്നേ? ഒരു ചൊല്ലു പോലെ പറഞ്ഞതാ, ഇവരെ ഈ കാറിനകത്ത് കയറ്റാൻ പറ്റില്ല. എന്നാ പിന്നെ എന്റെ മോളിൽ കയറ്റി ഇരുത്താലോ? ആഹാ, ചില സമയങ്ങളിൽ കടലാസ് പൂവുകൾക്ക് പോലും സുഗന്ധം ഉണ്ടാവും. സംശയമുണ്ടോ? ഹണി, നീ ഒരു കഴുത, പമ്പര വിട്ടി, പിന്നെ കുരുത്തം കെട്ടവൻ. നീ എന്താ പറഞ്ഞേ? അല്ലല്ലോ, നീ ഭയങ്കര ബുദ്ധിമാനാ. അടിപൊളി ഐഡിയ അല്ലേ പറഞ്ഞേ? കൊള്ളാം, നിങ്ങൾ കാറിന്റെ മുകളിൽ ഇരുന്നോ. കൊള്ളാലോ, വിഷു ഈ പ്രാവശ്യം നേരത്തെ വന്നോ കൊച്ചലിയ? എടാ, അത് പടക്കമല്ല, ടയർ പൊട്ടിയ ശബ്ദമാ കേട്ടത്. സംശയമുണ്ടോ? കൂട്ടുകാരെ, ഇവരെ കൊണ്ടുവന്നത് റിസ്ക് ആണല്ലോ. റിസ്കിനെ കയ്യിൽ പിടിച്ചോണ്ട് പോവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുകയുമില്ല. എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. നിന്റെ ഐഡിയ അടിപൊളി, കലക്കൻ, ഗംഭീരം. താങ്ക് യു. ആയിരിക്കില്ല, നിന്റെ മണ്ടത്തരങ്ങൾ നിറഞ്ഞ ഐഡിയ കയ്യിലങ്ങ് വെച്ചാ മതി. ബണ്ണി, നീ എന്റെ കയ്യിലേക്ക് ചാടിക്കോ, ഞാൻ നിന്നെ പൊക്കി വിടാം. അയ്യോ,
എന്റെ അമ്മോ. സോറി നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഓ യുവന്മാർ എന്തോന്നായി കാണിക്കുന്നത്? നമ്മുടെ ഖന്നാ സാർ അകത്തിരുന്ന് പൊള്ളിച്ച പപ്പടം പോലെ ആയി പോവും. സംശയമുണ്ടോ? വീടിന് തീ പിടിച്ച കാര്യം സാറിന് എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണം. അയ്യോ ഇത്രയും നേരിട്ട് അത് തന്നെയല്ലേ പറയുന്നത്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവല്ലേ. എടാ കഴുതേ, ഖന്നാ സാറിനെ രക്ഷിക്കണമെങ്കിൽ എന്തായാലും വീടിനകത്ത് കയറിയല്ലേ പറ്റുള്ളൂ. നിനക്കാണെങ്കിൽ പറക്കാൻ പറ്റുമല്ലോ. മയിലിനെ പോലെ ഒന്ന് വാലാട്ടാതെ ചിമ്മിനിയിലൂടെ അകത്തോട്ട് പോയിക്കൂടെ നിനക്ക്? ആ, അത് പിന്നെ ഞാൻ അത് തന്നെയാ പറയാൻ വന്നത്. സംശയമുണ്ടോ? ആ. ആ? അയ്യോ. അയ്യോ. ഇനി ഞാൻ അതിനകത്ത് കയറി എന്നാ എനിക്ക് പോലും എന്നെ തിരിച്ചറിയാൻ പറ്റില്ല. സംശയം. സമോസ ഓ എന്റെ സോർദാറെ, നമ്മൾ കഴിക്കാൻ വേണ്ടി തന്നെ ഈ പോന്നേ. അറിയാം, പക്ഷെ ഇതൊരു ട്രെയിലർ അല്ലേ? നിയന്ത്രണം വിട്ട പ്ലെയിൻ എവിടെങ്കിലും പോയി ഇടിച്ചോട്ടെ. എന്ന് വെച്ചാ എന്ന് വെച്ചാ ഇവ സമൂസ തിന്നോട്ടെ എന്ന്. അല്ലെങ്കിൽ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അയ്യോ മിത്രാണിത് എവിടെ പോയി? അയ്യോ കൂട്ടുകാരെ, അവരെ കാണാതായ ഡോക്ടർ ബാലു പ്രശ്നമുണ്ടാക്കും. നമ്മൾ ഈ നാട് മൊത്തം ഓടിക്കും. എന്റെയൊക്കെ കാലും കൈയും കെട്ടി ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും. ആ വേഗം വാ, നമുക്ക് അവരെ പോയി നോക്കാം. ഇത് കൊള്ളാലോ. പഴങ്ങളൊക്കെ ഇവിടെ താഴെ തന്നെ ഉണ്ടല്ലോ. മരത്തിലേക്ക് വലിഞ്ഞു കയറേണ്ട ആവശ്യമേ ഇല്ല. ഔ. ഔ. എടാ അങ്ങോട്ട് നോക്ക്, അവരിത് അവിടെ ഉണ്ട്. മുകളിൽ പോയി ഷോപ്പിംഗ് നടത്തുന്നതിന്റെ രസം ഒന്ന് വേറെ തന്നെയാണല്ലേ? തീ പിടിച്ചു, തീ പിടിച്ചു. അതെ, 50% ഡിസ്കൗണ്ട് തന്നുകൊണ്ട് ആ സൂപ്പർ മാർക്കറ്റുകാര് സിറ്റി മുഴുവൻ തീ പിടിപ്പിച്ചിരിക്കുക. അവരിതാ ഖന്നാ സാറിന്റെ വീടിനും തീ പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിയേ. ഇത്രയും പുകയോ? ഇനി കൊതുകിനെ ഓടിക്കാൻ വേണ്ടി എങ്ങനെ പുകയ്ക്കുന്നതാണോ? ഞങ്ങളുടെ വീട്ടില് കൊതുകിനെ കൊല്ലാനുള്ള ബാറ്റ് ഉണ്ട്. ഇത് ശരിക്കും തീ പിടിച്ചത് തന്നെയാ. സാർ അകത്തുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ശരി ശരി, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കണ്ണാ സാറേ, ഖന്നാ സാറേ, വിളിച്ച് ഖന്നാ സാറേ, വിളിച്ച് വാ ഖന്നാ സാറേ, തുറക്ക്. ഖന്നാ ഖന്നാ സാറേ. നല്ല അവിയലാൻ തോന്നുന്നു കരിയുന്നത്. എന്റെ സോർദാറെ, പൊന്നു കൂട്ടുകാരാ, വീട് മുഴുവൻ തീ പിടിച്ചിരിക്കുക. അപ്പോഴാണോ നിന്റെ ഒരു അവിയല്? ഇതൊരുമാതിരി പൊര കത്തുമ്പോ വാഴ വെട്ടുന്നു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. സംശയമുണ്ടോ? അതെ, അല്ലെങ്കിൽ ഈ പച്ചക്കറിക്ക് എങ്ങനെയാ തീ പിടിക്കുന്നേ? എന്റെ അളിയാ, നീ തമാശ പറയല്ലേ. വേഗം തീ അണയ്ക്കാനുള്ള വഴി നോക്ക്. ഇപ്പൊ കന്നാ സാറിന്റെ വീടിനാ തീ പിടിച്ചിരിക്കുന്നേ. അടുത്തത് നമ്മുടെ വീടായിരിക്കും. പിന്നെ അങ്ങോട്ട് ഈ ഏരിയ മുഴുവൻ തീ പിടിക്കും. അത് പിന്നെ നാട് മൊത്തം ആകും. എല്ലായിടത്തും തീയായിരിക്കും, എല്ലായിടത്തും തീയായിരിക്കും. ഇത്രയും ഓവർ ആക്ടിങ്ങിന്റെ ഒരു കാര്യമില്ല പണ്ണി. ഇപ്പൊ ഖന്നാ സാറിന്റെ വീടിന് മാത്രമേ തീ പിടിച്ചിട്ടുള്ളൂ. ചില അരികൾ ചിലപ്പോ പതുക്കെയാണ് വേവാറ്. ഈ കാറ് വീട്ടിലുള്ളതിനേക്കാൾ ഗ്യാരേജിലാണ് ഉള്ളത്. സാർ എന്താ പറ്റിയത്? അത് പിന്നെ സോർദാർ കന്നാ സാറേ, നിൽക്കാൻ സാറിന്റെ മുന്നിൽ. അയ്യോ, ചുമരുണ്ടായിരുന്നു. അയ്യോ കന്നാ സാറേ, കൂട്ടുകാരെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല.
മറ്റുള്ളവരുടെ സങ്കടങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നവർ വളരെ കുറവാണെന്ന് തന്നെ പറയാം. അത് എത്ര കുറവാ? അത് പിന്നെ ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല, പക്ഷെ അത് കുറവായിരിക്കും. സംശയം ഞാൻ ഔട്ടായി. ഇനി നിങ്ങളെല്ലാരും ഓടിക്കോ, ഞാൻ ഓടിച്ചിട്ട് പിടിക്കാം. ഓക്കേ. ഇവൻ കഴുതിയാണ്. അതെ, പക്ഷെ നീ ഇന്റലിജന്റ് ആണല്ലോ. എന്നാ നമുക്കൊരു ഡീൽ ചെയ്യാം. നീ ആ നോട്ടിക്കതാ, ഞങ്ങൾ നിന്റെ മാളത്തിലേക്ക് വിടാം. ഡീൽ. ഇൻസ്പെക്ടർ പാണ്ട, താങ്കൾ സൽഗുണ സമ്പന്നനാണ്, വലിയ ജ്ഞാനിയാണ്, മാത്രമല്ല മഹാവ്യക്തിത്വമാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് താങ്കൾ ഒരു പാണ്ടയല്ല. അത് പിന്നെ താങ്കൾ ഗ്രേറ്റ് ഇൻസ്പെക്ടർ പാണ്ടയാണ്. എത്ര നന്നായിട്ടാ ഫുട്ബോൾ കളിക്കുന്നേ. എത്ര ദിവസം കഴിഞ്ഞാണ് അവധി കിട്ടിയിരിക്കുന്നത്? ഞാൻ എൻജോയ് ചെയ്യും. ഇൻസ്പെക്ടർ പാണ്ട, താങ്കൾ ആരോ ഫോണിൽ വിളിക്കുന്നുണ്ട്. എടുക്കണ്ട, ഞാൻ ഇന്ന് അവധിയിലാണ്. ഞാൻ നാളെ വിളിച്ചോളാം. ഓക്കേ. ഹലോ, അതെ പാണ്ട സാർ ഇപ്പൊ അവധിയിലാണ്, നാളെ വിളിച്ചാ മതി. അയാളോട് പറഞ്ഞേക്ക് ഞാൻ അയാൾക്ക് പെർമനന്റ് ആയി അവധി കൊടുത്തിരുന്ന. ആണോ? ഇൻസ്പെക്ടർ പാണ്ട, ഒരു സന്തോഷ വാർത്തയുണ്ട്, വളരെ വലിയ സന്തോഷ വാർത്തയാണ്. ഇനി താങ്കൾക്ക് സ്വസ്ഥമായിട്ട് ദിവസവും ഫുട്ബോൾ കളിക്കാം. അദ്ദേഹം പറയുന്നത് താങ്കൾക്ക് പെർമനന്റ് ആയിട്ട് അവധി തന്നു എന്നാണ്. എന്താ പറഞ്ഞത്? ആരുടെ കാളാണത്? ഫോണിൽ കമ്മീഷണർ സാറായിരുന്നു. നേരത്തെ പറഞ്ഞോടായിരുന്നോ? സലാം സാർ. ഫോണിലൂടെ സല്യൂട്ട് കാണാൻ പറ്റില്ല. നിന്നെ കണ്ടിട്ട് റാണിന് അത്രയല്ലേ ഉള്ളൂ. നീയാണോ ബോംബ് വെച്ചത്? ഞാനൊരു തമാശ കാണിച്ചതല്ലേ. ബോംബ് വെച്ചത് പറയുന്നതാണോ തമാശ? ബോംബോ? അങ്ങനെ ഒരു ബോംബേ ഇല്ലല്ലോ. ഞാനൊരു ടൈം പാസിന് വേണ്ടി കോൾ ചെയ്തതാ. പോലീസ് എത്തുമ്പോ അറിയാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തത്. എന്റെ അവധിയാണ് നശിപ്പിച്ചത്. പോലീസുകാരോട് കളിച്ചു കഴിഞ്ഞാൽ എന്താവും നിനക്ക് ഞാൻ കാണിച്ചു തരാം. വേഗം പൊക്ക. എന്നല്ലടാ, അവനെ പൊക്കാനാണ് പറഞ്ഞത്. വേഗം. അയ്യോ, എടാ ഇവിടെ കിടന്ന് വിശ്രമിക്കാതെ വേഗം പോയി അവനെ പിടിക്കടാ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ ഇപ്പൊ നിന്റെ കയ്യിലാണ്. സംശയമുണ്ടോ? ഇത് ബോംബാണ്, ബോംബ്. ഇതും വെച്ച് നീ എന്ത് സർക്കസാണ് ഈ കാണിക്കുന്നേ? നീ മഹാജ്ഞാനി, വിജ്ഞാനകോശം, ബുദ്ധിമാൻ. അല്ല, ഒരിക്കലും അല്ല. എടാ, ഞാൻ തെന്നിപ്പോയതാടാ മണ്ട. അതെ, ഞാൻ മണ്ടനൊന്നല്ല, കഴുത, ചെറിയൊരു കഴുത. സത്യം മനസ്സിലാക്കുന്നവൻ ആരാണ്? അവനാടാ യഥാർത്ഥ ജ്ഞാനി. സംശയമുണ്ടോ? ഭാഗ്യത്തിന് ഇതുവരെ ബോംബ് പൊട്ടിയില്ല. അമ്മേ, ബോംബ് പൊട്ടി, ഞാൻ ചത്തേ. അയ്യോ, എനിക്കുള്ള മരണമണിയാ കുറച്ചു മുമ്പ് കേട്ടത്. എന്റെ ജീവിതത്തിൽ ആകെയുള്ള സ്വത്ത് നല്ല സൗഹൃദങ്ങൾ മാത്രമാ. അടുത്ത ജന്മത്തിൽ വീണ്ടും കാണാൻ കൂട്ടുകാരെ. സംശയമുണ്ടോ? എടാ കഴുതേ, ബോംബല്ല, കാറിന്റെ ടയർ പൊട്ടിയതാ. ഇതാരാ ഡോക്ടർ ബാലു? ഇവൾ കാട്ടുവാസിയാണ്, കൂടാതെ എന്റെ മിത്രാണിയുമാണ്. മിത്രാണിയോ? അതെന്താ ഈ മിത്രാണി? നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? എന്റെ മകളാ മിത്രമാണ് മിത്രാണി.
ഇവിടെ വരൂ. ഓയ് എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ കളിയാക്കേണ്ട ഒരു ആവശ്യവുമില്ല. മനസ്സിലായോ? ഞാൻ കാട്ടിൽ ഒരു ആനയെ ചികിത്സിക്കാൻ പോയതായിരുന്നു. ഇവിടെ അവിടെ വെച്ചാണ് കണ്ടത്. പരിചയപ്പെട്ടപ്പോൾ നാട് കാണിക്കാനായി ഇവിടേക്ക് കൊണ്ടുവന്നു. ഇവിടെ വരൂ. അല്ലെങ്കിൽ വേണ്ട, എന്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് വരാം. അല്ല, ഡോക്ടറിന്റെ ആവശ്യം എന്താണ്? 2 ആവശ്യമുണ്ട്. ഒന്ന് എന്റെ ആവശ്യമാണ്, പിന്നെ എനിക്ക് നിങ്ങളെ കൊണ്ടും ആവശ്യമുണ്ട്. ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസത്തേക്ക് മിത്രാനെ ഇവിടെ നിർത്താമോ? അതെന്താ, ഡോക്ടറിന്റെ കൂടെ നിർത്തിക്കൂടെ? മറ്റൊന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് ഒരു രോഗിയെ അത്യാവശ്യമായി നോക്കേണ്ടതുണ്ട്. മനസ്സിലായോ? രാത്രിക്കുള്ളിൽ ഞാൻ തിരികെ വരും. അതുവരെ എന്റെ കൂട്ടുകാരി ഒറ്റയ്ക്കായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നോക്കാമോ? ഓഹോ, ഡോക്ടർ എന്തിനാ ഇത്രയും സംസാരിക്കുന്നേ ചാടി ചാടി? ഇതില് വെള്ളം വരുന്നില്ലല്ലോ. അന്റെ അമ്മേ, എന്റെ വീട്ടിലെന്തോ സംഭവിച്ചതാ തോന്നുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, മീറ്റിംഗ് കുറച്ച് കഴിഞ്ഞ് വെക്കാം. വീടിന്റെ നേരെ പിടിക്ക. വെള്ളം വെള്ളം സർവത്ര. ചില സമയത്ത് അതുകൊണ്ട് ഇങ്ങനെയും ചില ഉപയോഗങ്ങളുണ്ട്. സംശയമുണ്ടോ? അത് സാറാണ്, അത് സാറാണ്. സാറ് പുറത്തേക്ക് വന്നോട്ടെ. നിങ്ങൾക്ക് കുടിക്കാൻ ചായ വേണോ കാപ്പി വേണോ? ഇതിപ്പോ ഹോളി കളിക്കാൻ പറ്റിയ സമയമാണോ? കന്നാ സാറിന് ശരിക്കും വിസിലടിക്കാൻ അറിയില്ല. ദൈ ഞാൻ കാണിച്ചു തരാം. എന്റെ ഹണി, കന്നാ സാറ് ചൂള പഠിക്കാനല്ല പറഞ്ഞത്, മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. പക്ഷെ എന്തിനാ അങ്ങനെ പറഞ്ഞേ? നിങ്ങളിപ്പോ ഇവിടുന്ന് പോ, എനിക്ക് വാതിൽ തുറക്കാൻ പറ്റില്ല. അടി കൈ. കന്നാ സാറേ, എന്ത് പറ്റി? ബാങ്കിലുള്ള 100 കോടി രൂപ ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. എന്താ? ഖന്ന സാറിനെ കുറിച്ച് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സാറ് സ്വന്തം ബാങ്കിൽ നിന്ന് തന്നെ 100 കോടി രൂപ കൊള്ളയടിച്ചെന്നോ? എടാ, കൊള്ളയടിച്ചല്ല, എടുത്തോണ്ട് വന്നതാ. ഇതിനെയാ കൊള്ളയടിക്കലെന്ന് പറയുന്നത്. നിങ്ങൾ ഈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല കന്നാ സാറേ. നിങ്ങളൊരു നല്ല മനുഷ്യനായിരുന്നല്ലോ. പക്ഷെ ഇനി സാർ അറസ്റ്റിലാവും. ഇത് കേസാകും, ജയിലിൽ പോവും. പിന്നെ 50 വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങും. വായിലാണെ പല്ലും ഉണ്ടാവില്ല, ആരോഗ്യം ഉണ്ടാവില്ല. കിറ്റി പോലും കന്നാ സാറിനെ കണ്ട ഭാവം പോലും നടിക്കില്ല. ഈ ജീവിതം കൊണ്ട് എന്താണ് ഫലം? പറയൂ, എന്താണ് ഫലമുള്ളത്? അത്യാഗ്രഹം മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്നു. സംശയമുണ്ടോ? നിനക്കെന്ത് തോന്നുന്നു സോർദാർ? എനിക്ക് തോന്നുന്നത് എവിടെയോ പുലാവ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. പുലാവിന്റെ കാര്യം വിടറാ. കന്നാ സാറിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ വീഴ്ചയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. കന്നാ സാറിന് ഞാൻ മനസ്സിലാക്കി കൊടുക്കാൻ കൊച്ചലിയ. വേണ്ട, ഇത് മനസ്സിലാവാനോ മനസ്സിലാക്കാനോ ഉള്ള സമയമല്ല. കന്നാ സാറേ, സാറ് പോക്കിരി, കള്ളൻ, ചതിയൻ, കൊള്ളക്കാരൻ, ഇതൊന്നുമല്ല. ഒരു നല്ല മനുഷ്യനല്ലേ, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്റെ പിള്ളേരെ, ഞാൻ ബാങ്കിൽ നിന്ന് 100 കോടി രൂപ എടുത്തോണ്ട് വരികയായിരുന്നു. അപ്പ സാറിന് അത്യാഗ്രഹം വന്നു. മറ്റൊരാളുടെ സ്വത്തിൽ കണ്ണുവെക്കുന്നത് അതാരാണെങ്കിലും അവർക്കെല്ലാം പട്ടിണി തന്നെ ഫലം. സംശയം? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. വേണ്ട നിൽക്കുന്നു. വില കൂടുകയും കുറയുകയും ചെയ്യുന്ന സാധനം പൊന്നാണ്. എല്ലാരും ചേർന്ന് അറ്റാക്ക്. ഈ കള്ളൻ വളരെ വലുതാണ്. അയ്യോ, അയ്യോ, കന്നാ സാറിനെ അല്ല, ആ കള്ളനെ ഇടിക്കേ. ഇതാരാണ്? ലോക്കപ്പിൽ കള്ളന്മാരെ ഇട്ടിരിക്കും പോലെ എന്തിനാണ് എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ഒന്ന് നിർത്തൂ, ഇല്ലെങ്കിൽ ഡോക്ടറിന് മറ്റൊരു ഡോക്ടറിന്റെ ആവശ്യം വന്നേക്കും. എന്റെ മുതുകെന്ന ചവന്യപ്രാശത്തിൽ നിങ്ങളുടെ കൈയെന്ന സ്പൂണ് കൊണ്ട് വല്ലാതെ അങ്ങ് അമക്കിക്കളഞ്ഞു. ഇവിടെ വരൂ, ഞാനതിന് പ്രതികാരം ചെയ്യും. എല്ലാവരുടെയും കൈയും കാലും കെട്ടിക്കൂട്ടി ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും. ഇവിടെ വരൂ. ചില സമയങ്ങളിൽ നല്ല തല്ല് കൃത്യസമയത്ത് കിട്ടുന്നതിനേക്കാൾ ഭയാനകമായിരിക്കും. സംശയം?
ക്യാഷ് ഇവിടെ. അതിന് നീ കാശല്ലല്ലോ സ്യൂട്ട് കേസ് കൊണ്ടുവരാനല്ലേ എന്നോട് പറഞ്ഞത്. പക്ഷേ സൂട്ട് കേസിനകത്ത് കാശും ഉണ്ടായിരുന്നല്ലോ. സ്റ്റേഡിയത്തിലെ ഫുട്ബോൾ മാച്ച് കണ്ട ആൾക്കാരെല്ലാം ആർപ്പൊളിച്ചു. സൂട്ട് കേസ് മാത്രമുണ്ട്, കാശ് മൊത്തം മോഷണം പോയേ. അയ്യോ കാശൊന്നും മോഷണം പോയിട്ടില്ല, അതൊക്കെ അകത്തുണ്ട്, സ്റ്റോർ റൂമിന്റെ അകത്ത്. നീ കഴുതാ പമ്പര് വിട്ടി. ഇതൊന്നും അല്ലെന്നല്ലേ? ആണ്, ഞങ്ങൾ എത്രത്തോളം വിചാരിച്ചിരുന്നോ അതിലൊക്കെ കൂടുതലാണ് നീ. നമ്മളെല്ലാരും ഇവിടെയാണ്. സ്റ്റോർ റൂമിൽ നിന്ന് കാശെങ്ങാണ്ട് മോഷണം പോയാലോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. വേണമെങ്കിൽ വന്ന് നോക്ക്, മുഴുവൻ കാശ് സേഫ് ആണ്. മാത്രമല്ല കള്ളനാ കാശ് മോഷ്ടിക്കാനേ പറ്റില്ല. ആ? നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? എല്ലാ കാശെടുത്ത് ഞാൻ താഴെ വിതറിയിട്ടു. കള്ളം മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാ ഇതൊക്കെ പെറുക്കിയെടുക്കാൻ ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും എടുക്കും. മാത്രമല്ല രാവിലെ തന്നെ കന്നാ സാറേ ഈ കാശ് മുഴുവൻ ബാങ്കിൽ കൊണ്ട് ഇട്ടോളുന്നേ. ഇപ്പൊ പറ എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? ഐ എം വെരി ഇന്റലിജന്റ്. എന്റെ വെല്ലുവിളിയാ, നിനക്കില്ലാത്ത സാധനം എന്തിനാ വെറുതെ യൂസ് ചെയ്യാൻ നിൽക്കുന്നേ? നാട്ടിലെ ജനങ്ങളുടെ ദുരിതം ഇനി എങ്ങനെ തീരും? നിൽക്ക്, ചിലപ്പോ എലി നോട്ട് മുഴുവൻ കാർന്ന് തിന്നെന്ന് വരും.